പുനർജനി കേസ് നമുക്കെല്ലാവർക്കും അറിയാം. അത് പറവൂരിൽ വി.ഡി. സതീശൻ നിരവധി പേർക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് മണപ്പാട്ടിൽ എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ഏൽപ്പിക്കുകയും അവരുടെ നേതൃത്വത്തിൽ അവരുടെ അക്കൗണ്ടുകളിലേക്ക് വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകൾ താല്പര്യമെടുത്തുകൊണ്ട് വിദേശത്ത് നിന്നടക്കം പണം പിരിക്കുകയും ചെയ്തതാണ്. ആ പണം പിരിച്ചതിൻ്റെയൊക്കെ നിരവധി വീഡിയോ ദൃശ്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ അവൈലബിളാണ്. അപ്പോൾ അതിനകത്ത് ഫെമയുടെ ലംഘനമുണ്ട് എന്നുള്ളതടക്കമുള്ള കേസുകളാണ് വന്നേക്കുന്നത്. കൂടാതെ ഈ പുനർജനിയുടെ ഒരു ഉപഭോക്താക്കളെന്ന് പറയുന്ന അല്ലെങ്കിൽ വീട് കിട്ടിയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റുകളൊന്നും തന്നെ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അദ്ദേഹം വിളിച്ചു കൂട്ടിയ ചില വീഡിയോകളിൽ ചില ആളുകൾ ഞങ്ങൾക്കൊക്കെ വീട് കിട്ടി എന്ന് പറയുന്നതല്ലാതെ ആ ഉപഭോക്താക്കളുടെ ലിസ്റ്റ് എന്താണ് എന്നുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ടുകളൊക്കെ തന്നെയോ വളരെ ട്രാൻസ്പെറൻ്റായി ഇതുവരെ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പുനർജനിയുമായി ബന്ധപ്പെട്ട ഒരു കേസുകൾ എടുക്കുകയും ആ കേസിലൊരു പഴയ കോൺഗ്രസ്സുകാരൻ ഇദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകനായിട്ടുള്ള PS രാജേന്ദ്ര എന്ന് പറയുന്ന ഒരാൾ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ കേരള ഗവൺമെൻറ്റിന് തന്നെ സ്റ്റേറ്റ് വിജിലൻസ് അതിൽ ഒരു അന്വേഷണം നടത്തുകയും സ്വന്തം മുഖ്യമന്ത്രിയെ കുറ്റക്കാരനല്ല എന്ന് പോലീസ് തന്നെ പറയുകയും ചെയ്തിരിക്കുകയാണ്. അതായത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയല്ല എന്ന് വി.ഡി. സതീശൻ തന്നെ അന്വേഷിച്ചിട്ട് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ അത് ചർച്ച ചെയ്യുന്നില്ല. പകരം മാധ്യമങ്ങളൊക്കെ തന്നെ ഇതാ വി.ഡി. സതീശൻ കുറ്റവിമുക്തനായിരിക്കുന്നു, പുനർജനിയിൽ ക്ലീൻ ചിറ്റ് എന്ന് പറഞ്ഞ് വലിയ വാർത്തകൾ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിണറായി വിജയൻ്റെ കാലമായിരുന്നു ഇതെങ്കിൽ പിണറായി വിജയൻ വേറെ ആരെങ്കിലും ഒരാൾ ആഭ്യന്തരമന്ത്രിയായിട്ട് വെക്കുകയും ആ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് കേസ് അന്വേഷിച്ചിട്ട് പിണറായി വിജയനെ ലാവ്ലിൻ കേസിൽ കുറ്റവിമുക്തനാക്കി എന്ന് പറയുകയും ചെയ്താൽ നമ്മുടെ മാധ്യമങ്ങൾ ഇതേ നിലപാടുകൾ തന്നെ ആയിരിക്കുമോ എടുക്കുക എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിക്കണം. അപ്പോൾ അത്തരത്തിൽ അല്ല. പക്ഷേ നമ്മുടെ പലപ്പോഴും ഇപ്പോൾ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്, കാരണം അവർ സതീശ മേനോൻ ഭജൻസ് മീഡിയ എന്ന് വിളിക്കണോ അതോ വി.ഡി. മീഡിയ എന്ന് വിളിക്കണോ എന്ന് നമുക്കറിയില്ല. അത്തരത്തിലുള്ളൊരു മീഡിയയെ മാറിക്കൊണ്ടിരിക്കുന്നു. ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മീഡിയ വണ്ണുമൊക്കെ അതിന് ചുക്കാൻ പിടിക്കുന്നു. മറ്റു മാധ്യമങ്ങളും അതായത് മാതൃഭൂമിയും മനോരമയും ഒക്കെ തന്നെ ഇതിന് കൂട്ടു നിൽക്കുന്നു. അപ്പോൾ കേരളത്തിലെ ഏതാണ്ട് പ്രമുഖമായിട്ടുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമം നടത്തുന്നു എന്നുള്ളത് നിങ്ങളാരും മറന്നു പോകരുത്. യഥാർത്ഥത്തിൽ വി.ഡി. സതീശൻ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റികൾ എന്താണ് എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ചെപ്പടി വിദ്യകളാണ്. കൂടാതെ നമുക്കറിയാം അദ്ദേഹം വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറച്ച് കൊടുക്കാനായിട്ട് എത്രത്തോളം ഇനീഷ്യേറ്റീവ് എടുത്തു, എത്രത്തോളം താല്പര്യമെടുത്തു, ബാക്കിയുള്ള പരിപാടികളൊക്കെ മാറ്റിവെച്ച് ഉറക്കമിളഞ്ഞുകൊണ്ട് ഫയലുകൾ ഒപ്പിട്ടു എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ ഏതാണ്ട് അതിൻ്റെ ഒക്കെ പോലെ തന്നെയുള്ളൊരു താല്പര്യമാണ് ഈ പുനർജനി കേസിലും കാണിച്ചിട്ടുള്ളത്. പക്ഷേ കേരളം മുഴുവൻ വെള്ളത്തിലാകുമ്പോൾ ആളുകൾ പ്രാണനും പിടിച്ചുകൊണ്ട് ഓടുമ്പോൾ 5,5792 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊന്നും വിഷയമാകാത്തൊരു മുഖ്യമന്ത്രി സ്വന്തം കേസ് എഴുതിത്തള്ളാൻ കാണിച്ച അങ്ങയുടെ ഈ പറയുന്ന പോലെ താല്പര്യത്തിന് അഭിനന്ദനങ്ങൾ. കൂടാതെ അതിനൊക്കെ കൊടപിടിക്കുകയും അതിന് ഓശാന പാടുകയും ചെയ്യുന്ന മാധ്യമങ്ങൾക്കും നല്ല നമസ്കാരം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാതിരിക്കാൻ പറ്റില്ല. പറവൂര് തന്നെ താമസിക്കുന്ന PS രാജേന്ദ്രൻ എന്ന് പറയുന്ന പഴയ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ജില്ലാതല നേതാവായിരുന്ന അദ്ദേഹം ഇപ്പോൾ വീണ്ടും വി.ഡി. സതീശനെതിരെ ഒരു വലിയ വെല്ലുവിളി കൂടി ഉയർത്തിയിട്ടുണ്ട്. ആ വെല്ലുവിളി ഈ പുനർജനി കേസ് CBIക്ക് വിടാൻ ധൈര്യമുണ്ടോ എന്നാണ്. അല്ലാതെ നിങ്ങൾക്കെതിരെയുള്ള കേസ് നിങ്ങൾ തന്നെ അന്വേഷിച്ച് നിങ്ങളെ കുറ്റമുക്തരാക്കുന്നത് മോശമാണെന്നും CBIക്ക് വിടാൻ ധൈര്യമുണ്ടോ എന്നുമാണ് ചോദിച്ചേക്കുന്നത്. എന്താണെങ്കിലും ആ വെല്ലുവിളി കേട്ടില്ലെന്ന് നടിക്കുന്നതാണ് നല്ലത്. കാരണം വെറുതെ വടി കൊടുത്ത് അടിമേടിക്കേണ്ട കാര്യമില്ലല്ലോ.